നമസ്തേ. വർഷങ്ങൾക്ക് മുമ്പ് മതഭ്രാന്തനായ ഔറംഗസീബ് തകർത്ത രാമക്ഷേത്രത്തിന് പുതുജീവൻ നൽകാൻ ഒരുങ്ങുകയാണ് യോഗി സർക്കാർ. 627 വർഷം പഴക്കമുള്ള ക്ഷേത്രം പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശിലാസ്ഥാപനം നടത്തി. കടുത്ത മതഭ്രാന്തനായ ഔറംഗസീബിനെ വെളുപ്പിച്ചു കാണിക്കാൻ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ നിങ്ങൾ അലക്കി വെളുപ്പിച്ചാലും ചില സത്യങ്ങൾ അത് എത്ര തേച്ചാലും മായ്ച്ചാലും പോകില്ല. അത് പകൽ പോലെ വ്യക്തം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചു മരിച്ച ഒരു ഭരണാധികാരികളുടെ ചെയ്തികൾക്ക് ഇന്ന് ജീവിക്കുന്നവർ മറുപടി പറയേണ്ട കടമയില്ല. എന്നാൽ അയാളുടെ ഭരണകാലത്ത് നടന്ന ചില സംഭവങ്ങളുടെ യാഥാർത്ഥ്യം മറച്ചുപിടിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിച്ചു നൽകേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കടമയാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ മുഗൾ ചക്രവർത്തിമാർ നിരവധി ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർത്തതായി ആരോപണമുണ്ട്. അതിൽ സ്ഥിരമായി ഉയർന്നു വരുന്ന പേരാണ് മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. കാരണം അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു. ഔറംഗസീബിന്റെ ഭരണകാലത്ത് നടന്ന ക്ഷേത്ര നശീകരണം അദ്ദേഹം മുസ്ലിം ഇതര പ്രജകളോട് വിവേചനം കാണിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. മദ്രയിലെ കേശവനാഥ ക്ഷേത്രം, ബനാറസിലെ വിശ്വനാഥ ക്ഷേത്രം, രജപുത്തനായിലുടനീളം ക്ഷേത്ര നശീകരണത്തിന് തെളിവുകളുണ്ട്. ഔറംഗസീബ് നശിപ്പിച്ച ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചുവെന്നും നിർമ്മിക്കാൻ പണം നൽകിയെന്നുമൊക്കെയാണ് ന്യായീകരണ മുതലാളിമാരുടെ വാദം. എന്തൊക്കെയായാലും ഒരു വശത്ത് വാദപ്രതിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഹിന്ദു വിശ്വാസികൾക്ക് വളരെ ആവേശവും സന്തോഷവും നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയോധ്യ രാമക്ഷേത്രം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം തന്നെ വിശ്വാസികൾ പുതിയ രാമക്ഷേത്രത്തിനായി കാത്തിരിക്കുന്നത്. 627 വർഷം പഴക്കമുള്ള ക്ഷേത്രം പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശിലാസ്ഥാപനം നടത്തി. 8000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കേദാർഖണ്ഡിലെ ഈ പ്രദേശം അയോധ്യ എന്നാണ് അറിയപ്പെടുന്നതെന്ന് ജഗത് ഗുരു രാം കമലാചാര്യ ദേവാനന്ദജി മഹാരാജ് പറഞ്ഞു. ജഗത് ഗുരു രാമാനന്ദാചാര്യയുടെ പ്രചോദനത്താൽ 1398 അദ്ദേഹത്തിന്റെ ശിഷ്യനായ അനന്താചാര്യ സ്വാമിയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. രാം ദർബാർ, രാധാകൃഷ്ണൻ, ഭഗവാൻ ശങ്കർ, മാ ദുർഗ, ഹനുമാൻജി എന്നിവരുടെ പ്രതിമകൾ ഉണ്ടാകും. രാമാനന്ദചര്യ, അനന്താചാര്യ, തുളസീദാസ് ജി എന്നിവരുടെ പ്രതിമകളും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിക്കും. 3 വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഈ ക്ഷേത്രത്തിന് 4 നിലകൾ ഉണ്ടായിരിക്കും. 1-ാം നിലയിൽ സന്യാസിനിമാരും വേദ പണ്ഡിതരും താമസിക്കും. 2-ാം നിലയിൽ അതിഥി താമസ സൗകര്യവും 3-ാം നിലയിൽ ഹോസ്റ്റലും 4-ാം നിലയിൽ ക്ലാസുകളും ഡൈനിങ് സൗകര്യവും ഉണ്ടായിരിക്കും. 1669 ഔറംഗസീബ് കാശിയിലെ ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടു. ആ സമയത്ത് നിരവധി പുരാതന വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. പക്ഷേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ സുരക്ഷിതമായി തുടർന്നു. അത് ഇന്നും നിലവിലുണ്ട്.